ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റിൻ്റെ തുടക്കത്തിലുള്ള ഒരു ചെറിയ സ്റ്റോറിയാണ്. സീഡ്സ് ആൻഡ് ഡീഡ്സ് എന്നാണ് 3ാമത്തെ യൂണിറ്റിൻ്റെ പേര്. സീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വിത്തുകൾ അല്ലേ. ഡീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രവർത്തികൾ. അപ്പോൾ അതായത് വിതച്ചതേ കൊയ്യുള്ളൂ എന്ന് പറയില്ലേ, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു സ്റ്റോറിയിലേക്ക് വരാം. സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക്, ഇതാണ് ഈ ഒരു അനക്ഡോട്ടിൻ്റെ പേര്. അനക്ഡോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുകഥ എന്നുള്ളതാണ് മീനിങ്. അപ്പം വേഴ്സസ് മീൻസ് താരതമ്യേന അല്ലെങ്കിൽ എതിരായ എന്നൊക്കെയാണ് മീനിങ്. അപ്പം സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക്, അതാണ് നമ്മളുടെ ടൈറ്റിൽ. അപ്പം ഈ ഒരു ടൈറ്റിലിൻ്റെ മീനിങ് കഥ വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സ്റ്റോറിക്ക് വളരെ ആപ്റ്റായിട്ടുള്ളൊരു ടൈറ്റിൽ തന്നെയാണിത്. സോ നമുക്കിനി സ്റ്റോറിയിലേക്ക് വരാം. വൺസ് ടു മെൻ ഹാഡ് എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് വിത്ത് ഈച്ച് അതർ. ഒരിക്കൽ രണ്ടാളുകൾ തമ്മിൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തർക്കം അല്ലെങ്കിൽ വഴക്ക് എന്നുള്ളതാണ്. രണ്ടാളുകൾ തമ്മിൽ നല്ല ചൂടേറിയ തർക്കം നടന്നു. ഹൂ കുഡ് കട്ട് മോർ ഫയർവുഡ് ഫ്രം മോർണിംഗ് ടിൽ 4 in the afternoon. അപ്പം എന്താണ് തർക്കം? ആർക്കാണ് ഫയർവുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറക്, ആർക്കാണ് കുറേ വിറക് ശേഖരിക്കാൻ പറ്റുക? ഫ്രം മോർണിംഗ് ടിൽ 4 in the afternoon, രാവിലെ മുതൽ ഉച്ച തിരിഞ്ഞ് ഒരു 4 മണി വരെ ആ ഒരു സമയം വരെ ആർക്കാണ് ഏറ്റവും കൂടുതൽ വിറക് ശേഖരിക്കാൻ പറ്റുക എന്നുള്ളതാണ് അവരുടെ ഇടയിലുണ്ടായിരുന്ന തർക്കം. ദേ ഡിസൈഡഡ് ടു ഫൈൻഡ് ഔട്ട്. അപ്പം അവർ തീരുമാനിച്ചു, ഡിസൈഡ് ചെയ്യാന്ന് വെച്ചാൽ തീരുമാനിക്കുക, ആർക്കാണ് കൂടുതൽ വിറക് ശേഖരിക്കാൻ പറ്റുക എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്യാണ്? ദ നെക്സ്റ്റ് മോർണിംഗ് ദ 2 men started their work. അപ്പം അടുത്ത ദിവസം രാവിലെ തന്നെ അവരവരുടെ ജോലി തുടങ്ങി. അറ്റ് ഫസ്റ്റ് ദേ വർക്ക്ഡ് അറ്റ് ദ സെയിം സ്പീഡ്. ആദ്യമൊക്കെ അവർ ഒരേ സ്പീഡിലാണ് ജോലി ചെയ്തത്, അതായത് വിറക് വെട്ടുന്ന ജോലി കേട്ടോ. ബട്ട് ഇൻ ആൻ അവർ വൺ ഓഫ് ദം ഫൗണ്ട് ദാറ്റ് ദ അതർ ഹാഡ് സ്റ്റോപ്ഡ് കട്ടിങ്. പക്ഷേ ഒരു മണിക്കൂറിന് ശേഷം ഈ കട്ട് ചെയ്യുന്ന ആളുകളിൽ ഒരാൾ കാണുകയാണ് മറ്റേ ആൾ ഈ വിറക് വെട്ടുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, അതായത് അദ്ദേഹം റെസ്റ്റ് ചെയ്യുകയാണ്. റിയലൈസിങ് ദാറ്റ് ദിസ് വാസ് ഹിസ് ചാൻസ് ദ ഫസ്റ്റ് മാൻ സ്റ്റാർട്ടഡ് ടു കട്ട് വുഡ് വിത്ത് ഡബിൾ എഫേർട്ട്. അപ്പം രണ്ടാമത്തെ ആളാണ് കട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ഒരു മണിക്കൂറിന് ശേഷം. അപ്പോൾ ഒന്നാമത്തെ ആളിങ്ങനെ മനസ്സിലാക്കുകയാണ്, അപ്പോൾ ഇതാണ് എൻ്റെ സമയം, ഞാൻ ഇപ്പം ഡബിൾ എഫേർട്ട് ഇട്ടിട്ട് വുഡ് കട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും, വിറക് ശേഖരിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി അങ്ങനെ റെസ്റ്റ് എടുക്കാണ്ട് ഈ വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആര്? ഒന്നാമത്തെ ആൾ. 10 minutes passed and he heard the second man working again. അപ്പം 10 മിനിറ്റിന് ശേഷം ഒന്നാമത്തെ ആൾ വീണ്ടും കേൾക്കുകയാണ് രണ്ടാമത്തെ ആൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം മരം വെട്ടുന്ന സൗണ്ട് കേൾക്കുമല്ലോ. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ആൾ വീണ്ടും റെസ്റ്റൊക്കെ കഴിഞ്ഞ് മരം വെട്ടാൻ തുടങ്ങിയ ശബ്ദം ഒന്നാമത്തെ ആൾ കേട്ടു. They were working almost synchronously. Synchronously means സമാനമായി, ഏകദേശം ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. Then the first man found that his opponent had stopped again. ഫസ്റ്റ് മാൻ വീണ്ടും കാണുകയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എതിരാളി, അതായത് സെക്കൻഡ് മാൻ, അദ്ദേഹം മരം വെട്ടുന്നത് വീണ്ടും നിർത്തിവെച്ചിരിക്കുന്നുണ്ട്. അത് ഫസ്റ്റ് മാൻ കണ്ടു. ഓക്കെ, ദ ഫസ്റ്റ് മാൻ സ്റ്റാർട്ടഡ് ടു വർക്ക് സെൻസിങ് ദ സ്മെൽ ഓഫ് വിക്ടറി. അപ്പം ആദ്യത്തെ ആൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് രണ്ടാമത്തെ ആൾ ഇടയ്ക്ക് 1 hourൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്? റെസ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആദ്യത്തെ ആൾ വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? സെൻസിങ് ദ സ്മെൽ ഓഫ് വിക്ടറി. വിക്ടറി എന്ന് പറഞ്ഞാൽ വിജയത്തിൻ്റെ ആ ഒരു മണം അടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദിസ് ലാസ്റ്റഡ് ഓൾ ഡേ ലോങ്. അപ്പോൾ ഈ ഒരു കാര്യം ആ ഒരു ദിവസം മുഴുവൻ അങ്ങനെ നീണ്ടു നിന്നു. എവറി അവർ വൺ ഓഫ് ദം സ്റ്റോപ്ഡ് ഫോർ 10 minutes ആൻഡ് ദ അതർ കണ്ടിന്യൂ ടു വർക്ക്. ഒരു മണിക്കൂർ കഴിയുമ്പോഴും രണ്ടാമത്തെ ആൾ ചെയ്യുന്നുണ്ട്? 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ മറ്റേ ആൾ ചെയ്യുന്നത്? അദ്ദേഹം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക്. ഓക്കെ, when the time expired, the first man who worked without stopping was absolutely sure that he would win the prize. അപ്പോൾ സമയം കഴിഞ്ഞു. അപ്പം ആദ്യത്തെ മാൻ ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾ, അദ്ദേഹം അദ്ദേഹത്തിന് ഉറപ്പാണ് ആ ഒരു പ്രൈസ് അദ്ദേഹത്തിന് തന്നെ കിട്ടും എന്നുള്ള കാര്യം. കാരണം സ്റ്റോപ്പ് ചെയ്യാണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതല്ലേ.
അപ്പോൾ ഉറപ്പായിട്ടും ഫസ്റ്റ് മാൻ തന്നെ വിൻ ചെയ്യും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ബട്ട് ഹി വാസ് സർപ്രൈസ് ടു നോ ദാറ്റ് ഹി വാസ് മിസ്റ്റേക്കൺ. പക്ഷേ അദ്ദേഹം ചിന്തിച്ചത് തെറ്റാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിനെ വളരെ സർപ്രൈസ് ചെയ്തു, അദ്ദേഹത്തിനെ വളരെ ആശ്ചര്യപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ചിന്തിച്ചത് തെറ്റാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ, ഹി ആസ്ക്ഡ് ഹിസ് പാർട്ട്ണർ. അപ്പം എന്താണ്, ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളിനോട്, പാർട്ട്ണറോട് ചോദിക്കുകയാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചത്. എവ്രി അവർ ഐ ഫൗണ്ട് ദാറ്റ് യു സ്റ്റോപ്പ് ടു വർക്ക് ഫോർ 10 minutes. എല്ലാ ഒരു മണിക്കൂറിലും നിങ്ങളെന്താണ് 10 minutes 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കട്ട് ചെയ്യുന്നത്, വുഡ് കട്ട് ചെയ്യുന്നത് കേട്ടോ, വിറക് ശേഖരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നെ എങ്ങനെയാണ് ഈ ഒരു കാര്യം സംഭവിച്ചത്, സെക്കൻഡ് മാൻ എങ്ങനെയാണ് വിൻ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഹൗ കുഡ് യു കട്ട് മോർ ഫയർവുഡ് ദാൻ മീ. എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ വിറക് ശേഖരിക്കാൻ പറ്റിയത്? കാരണം എന്താണ്, ഒന്നാമത്തെ ആൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താണ്, രണ്ടാമത്തെ ആൾ ഓരോ മണിക്കൂറിലും 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 10 മിനിറ്റ് എന്താണ് ഫയർവുഡ് കട്ട് ചെയ്യാതിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ വിറക് ശേഖരിക്കാൻ പറ്റിയതെന്ന് ചോദിക്കുകയാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതൊരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അപ്പം ആരാണ് പറയുന്നത്, രണ്ടാമത്തെ ആൾ പറയുകയാണത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഫാക്റ്റ് സത്യത്തിൽ ആൻസർ ദ സെക്കൻഡ് മാൻ, രണ്ടാമത്തെ ആൾ ആൻസർ ചെയ്യാണ്. എവ്രി അവർ ഐ സ്റ്റോപ്പ് ദ വർക്ക് ഫോർ 10 minutes. എല്ലാ മണിക്കൂറിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 10 മിനിറ്റ് വർക്ക് സ്റ്റോപ്പ് ചെയ്ത് നിന്നിട്ടുണ്ട്. ആൻഡ് വെൻ യു വർ കട്ടിങ് ഐ വാസ് ഷാർപ്പനിങ് മൈ ആക്സ്. ഞാൻ 10 മിനിറ്റ് ഈ ഫയർവുഡ് കട്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ 10 മിനിറ്റിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്ന എന്താണ്, ഷാർപ്പനിങ് മൈ ആക്സ്, എൻ്റെ കോടാലിയുടെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്സ് എന്ന് പറഞ്ഞാൽ കോടാലി. അപ്പം കോടാലിക്ക് മൂർച്ച കൂട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുക, വളരെ ഈസി ആയിട്ട് ഒരു 10-15 മിനിറ്റ് എടുത്ത് വെട്ടാനുള്ള മരം ഒരു 5 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റിൽ വെട്ടാൻ സാധിക്കും. അപ്പം എന്താണ് ഇവിടെ സ്മാർട്ട് വർക്കാണ് കാണുന്നത് അല്ലേ. ഫസ്റ്റ് മാൻ എന്താ ചെയ്തിട്ടുണ്ടത്, ആ ഒരു ഡേ ഫുള്ള് റെസ്റ്റ് എടുക്കാതെ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെന്താണ്, അത് ഹാർഡ് വർക്കാണ്. ഇവിടെ രണ്ടാമത്തെ ആൾ ചെയ്തിരിക്കുന്നത് സ്മാർട്ട് വർക്കാണ്. എന്താണ്, 10 മിനിറ്റ് റെസ്റ്റ് അല്ല 10 മിനിറ്റ് ഒരു മണിക്കൂറിൽ ബ്രേക്ക് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കോടാലി എന്ത് ചെയ്യുന്നുണ്ട്, മൂർച്ച കൂട്ടുന്നുണ്ട്. മൂർച്ച കൂട്ടുമ്പം എന്താണ്, നമുക്ക് ഈ ഒരു വിറക് വെട്ടുന്നതിൻ്റെ സമയം ലാഭിക്കാം. 15 മിനിറ്റ് കൊണ്ട് വെട്ടേണ്ടത് ഒരുപക്ഷെ 5 മിനിറ്റ് കൊണ്ട് ഈ ഒരു കോടാലിക്ക് മൂർച്ച കൂടിയതുകൊണ്ട് വിറക് വെട്ടിയെടുക്കാൻ സാധിക്കും. സോ ഇവിടെ രണ്ടാമത്തെ ആൾ ചെയ്തിരിക്കുന്നത് എന്താണ്, സ്മാർട്ട് വർക്കാണ്. അപ്പം ഈ ഒരു ടൈറ്റിലിൻ്റെ മീനിങ്ങും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഏതാണ് ബെറ്റർ, സ്മാർട്ട് വർക്കാണ് ബെറ്റർ അല്ലേ. ഇനി നമുക്ക് താഴെ എവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നോക്കാം. വാട്ട് ഈസ് ദിസ് അനെക്ഡോട്ട് അബൌട്ട്. ഈ ഒരു ചെറുകഥ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ എ സ്മാർട്ട് വർക്കർ ആൻഡ് എ ഹാർഡ് വർക്കർ. ഇതെന്താണ്, ഒരു മത്സരം, ഒരു കോമ്പറ്റീഷനാണ് അല്ലേ. ഒരു സ്മാർട്ട് വർക്കറും ഹാർഡ് വർക്കറും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇറ്റ് ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ സ്മാർട്ട് വർക്ക് ആൻഡ് ഹാർഡ് വർക്ക്. ഇതൊരു എന്താണ്, സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ഒരു താരതമ്യം, അത് പറയുന്ന ഒരു സ്റ്റോറിയാണ് അല്ലേ. ഹൂ അമംഗ് ദ 2 characters ഡു യു തിങ്ക് ഇസ് സ്മാർട്ട്, വൈ. എന്താണ്, ഏത് ക്യാരക്ടറാണ് സ്മാർട്ട്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എമംഗ് ദ 2 characters ദ സെക്കൻഡ് മാൻ ഇസ് സ്മാർട്ട്. 2 ക്യാരക്ടേഴ്സിൽ രണ്ടാമത്തെ ആളാണ് സ്മാർട്ട്. എന്തുകൊണ്ടാണ്, ബിക്കോസ് ഹി ഡസ് ഹിസ് വർക്ക് വെരി സ്മാർട്ട്ലി ബൈ ഷാർപ്പനിങ് ദ ആക്സ് ആൻഡ് ഇറ്റ് മേക്സ് ഹിസ് വർക്ക് ഈസിയർ. എന്താ പറയുന്നത്, എന്തുകൊണ്ടാണ്, രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വർക്ക് വളരെ സ്മാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ, ബൈ ഷാർപ്പനിങ് ദ ആക്സ്, അദ്ദേഹത്തിൻ്റെ ആക്സ് കോടാലിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, ആൻഡ് ഇറ്റ് മേക്സ് ഹിസ് വർക്ക് ഈസിയർ, അദ്ദേഹത്തിൻ്റെ വർക്ക് കൂടുതൽ ഈസി ആയിട്ട് മാറും. ഓക്കെ, വാട്ട് മോറൽ ഡസ് ദ അനെക്ഡോട്ട് കൺവേ. ഈ ഒരു ചെറുകഥ എന്താണ് കൺവേ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. സ്മാർട്ട് വർക്ക് ഈസ് ബെറ്റർ ദാൻ ഹാർഡ് വർക്ക്. സ്മാർട്ട് വർക്കാണ് ഹാർഡ് വർക്കിനേക്കാൾ ബെറ്റർ, ഭേദം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.